ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം, അതായത് ജനുവരി 26 അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ അറിയാം എന്തൊക്കെയാണ് സിലബസിൽ വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, 75 ഹോട്ട് ടോപ്പിക്സ്. അതായത് 2024 LDCയിൽ ഏറ്റവും കൂടുതൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാർക്ക് നേടാനായിട്ട് ഉദ്യോഗാർത്ഥികളെ സഹായിച്ച ഒരു ടൈം ടേബിൾ ആയിരുന്നു 75 ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഇനി വീണ്ടും ഫോളോ ചെയ്യുന്നത്. പിന്നെ കുറേ കാര്യങ്ങൾ കൂടി പുതിയതായിട്ട് നമ്മൾ ആ വീഡിയോസിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു പുതിയ ക്ലാസ് ആയിട്ട് തന്നെ തുടങ്ങണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുതിയ ക്ലാസ് ആയിട്ട് തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ ജനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ക്ലാസ്സിൽ എന്തൊക്കെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ മൊത്തമായിട്ടൊന്ന് കാണുക. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഈ പറയുന്ന ബാച്ചിന്റെ പ്രത്യേകതകൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സ്റ്റഡി പ്ലാൻ 75 ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തിനാണ് ഈ 75 ഹോട്ട് ടോപ്പിക്സ് എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സിലബസ് എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് റിവിഷൻ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ എക്സാമുകളിൽ, അതായത് 2021 മുതൽ 2025 വരെ എക്സാമുകളിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് അതിനെ മാത്രം എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നു. ആ ക്ലാസ്സുകൾ 1, 2, 3 തവണ എക്സാമിന് മുന്നേ നമ്മൾ റിവിഷൻ ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഈ പറയുന്ന ടോപ്പിക്സ് നിങ്ങളെ പഠിപ്പിച്ചത്, അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെയാണോ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതും നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 75 ഹോട്ട് ടോപ്പിക്സ് എടുത്തിരിക്കുന്നത്. ഓരോ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ക്ലാസ്സുകൾ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാം ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ് ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന അറൈവൽ ഓഫ് യൂറോപ്യൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പോർച്ചുഗീസുകാരിൽ തുടങ്ങി അവസാനം നമ്മൾ ഫ്രഞ്ചുകാരിലാണ് നമ്മൾ അവസാനിക്കുന്നത്. അതേപോലെ തന്നെ തിരുവിതാംകൂർ ഹിസ്റ്ററി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയിൽ തുടങ്ങി ചിത്തിര തിരുനാളിലാണ് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഏത് കാര്യമാണെങ്കിലും, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ് എന്നതിൽ തുടങ്ങി അവസാനം നമ്മൾ ഈ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ, അതേപോലെ തന്നെ ലിസ്റ്റ്, അമെൻമെന്റ്, അങ്ങനെയുള്ള ഭാഗങ്ങളിലായിരിക്കും അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓരോ ടോപ്പിക്സും അതേപോലെ തന്നെ ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും അതിൻ്റെ എല്ലാം വ്യക്തമായിട്ടുള്ള PDF നോട്ട് ഉണ്ടാവും. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഏകദേശം 1 മണിക്കൂറുള്ള ക്ലാസ് ആണെങ്കിൽ ഏകദേശം 15 അല്ലെങ്കിൽ 16 പേജസ് ഉള്ള നോട്ടുകൾ, അതെന്താണോ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അത് അങ്ങനെ തന്നെയുള്ള ഒരു പക്ക ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്. ഈ നോട്ടിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് SCERT, NCERT, അതേപോലെ തന്നെ കേരള ലിറ്റററി മിഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഫറൻസ് ചെയ്തേണ്ട ബുക്കുകളായിട്ടുള്ള ശ്രീധരമേനോന്റെ ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, അതേപോലെ തന്നെ ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി, അങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ റെഫറൻസ് ബുക്കുകളെല്ലാം ആഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ PDF നോട്ട് തരുന്നത്. അപ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിന്റെ PDF നോട്ടിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇതിന്റെ പക്ക നോട്ട് സെറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഓരോ ദിവസവും നമുക്ക് പഠിക്കാനായിട്ട് കറണ്ട് അഫയേഴ്സ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ അകത്ത് ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതാണെന്നുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഡെയിലി നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അത് കൂടാതെ തന്നെ മന്ത്ലി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇതിൻ്റെ ഒരു റിവിഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ റിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ കാസർഗോഡ്, കണ്ണൂർ, അങ്ങനെ ഓരോ ജില്ലകളിലും ഏറ്റവും കൂടുതലായിട്ട് ആ ജില്ലയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓരോ മന്തും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, സ്റ്റേറ്റ് വൈസും എന്ത് ചെയ്യുന്നതായിരിക്കും,
നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ ദിവസവും വരുന്ന ക്ലാസ്, ആ ക്ലാസ്സിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 2021 ടു 2025 വരെ PSC ചോദിച്ച ഏതൊരു ടോപ്പിക്കാണോ നമ്മൾ ക്ലാസ് വരുന്നത് ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ടെലഗ്രാമിൽ ക്വസ്റ്റ്യൻ പോൾ ഉണ്ടായിരിക്കുന്നതാണ്. ക്ലാസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും 10 മണിക്കായിരിക്കും ക്ലാസ് വരുന്നത്. ഏകദേശം ആ ക്ലാസ് കണ്ട് ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷം അതിന്റെ നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് കൃത്യം 9 മണിക്ക് രാത്രി എന്തുണ്ടാവും, ഈ ഒരു എന്താണ് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങൾ, വൺ വേ ടൈപ്പുള്ള ചോദ്യങ്ങൾ എല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്ക്ലി റിവിഷൻ. ഓക്കെ, അതായത് ഈ 3 ക്ലാസ്സുകളും നിങ്ങൾക്ക് തരുന്നതിൻ്റെ, അതായത് നമുക്ക് നിലവിലെ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് 3 ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 3 ദിവസം, അതായത് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് വരുന്നത്. ആ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വരുന്ന ക്ലാസ്സിൻ്റെയും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും ഗ്രൂപ്പിലിടുന്നത്, ഇതിൻ്റെ എല്ലാം റിവിഷൻ ഞായറാഴ്ചയായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ റിവിഷൻ വരുന്നത്. അപ്പോൾ ഞായറാഴ്ച നമ്മൾ ഒരു 8 മണിക്ക് എന്ത് ചെയ്യും, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാച്ച് ക്ലോസ് ആവുന്ന എന്നാണോ അതിന് മുന്നേ വരെ നമ്മൾ എന്ത് ചെയ്യും, എന്നാണോ എക്സാം വരുന്നത് അതുവരെ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകളുടെ ഇടയിൽ നിങ്ങൾക്ക് ഓരോ മാസവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, അതേപോലെ തന്നെ പഠിച്ചത് എത്ര വരെ നിങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്, നിങ്ങളുടെ റേഞ്ച് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മന്ത്ലി നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ എന്താണ് നമ്മുടെ സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ എന്തായിരിക്കും, അതായത് 20ഓളം കറണ്ട് അഫയേഴ്സ്, 10 നിങ്ങൾക്ക് എന്താണ് മാത്സ്, 10 ഇംഗ്ലീഷ്, 10 മലയാളം, അതേപോലെ തന്നെ എന്താണ് ബാക്കിയുള്ള GK ടോപ്പിക്സ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് മന്ത്ലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അതേപോലെ തന്നെ അന്ന് മന്ത്ലി തന്നെ നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് ഡിസ്കഷനും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന 2024 LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മുതലായിരിക്കും നമ്മൾ ഡിസ്കഷന് വേണ്ടി പോകുന്ന ഏകദേശം 100ഓളം ചോദ്യ പേപ്പറുകളായിരിക്കും നമ്മൾ ഈ PYQ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് എല്ലാവർക്കും വേണ്ട മറ്റൊരു കാര്യമാണ്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായാലും ആദ്യമൊക്കെ ഭയങ്കര എന്താണ് നമ്മൾ ഭയങ്കര എന്താണ് തീ പോലെ നിന്ന് പഠിക്കും. അതേപോലെ തന്നെ എന്താണ് ഭയങ്കര ഫയറായിരിക്കും, നമുക്ക് എന്താണ് പഠിക്കാനും എന്തായാലും എനിക്ക് ജോലി വേണം, ഞാൻ അടിപൊളിയായിട്ട് പഠിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്താണ് ഈ പറയുന്ന ചൂടൊക്കെ പയ്യെ പയ്യെ കുറഞ്ഞു വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് എല്ലാ വീക്കിലിയും അതേപോലെ തന്നെ അല്ലെങ്കിൽ മന്ത്ലി ഉറപ്പായിട്ടും ഒരു മോട്ടിവേഷൻ എങ്കിലും ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും നമുക്ക് മോട്ടിവേഷനിൽ പറയുന്നത്. അതേപോലെ പറ്റുമെങ്കിൽ ഒരു ലൈവ് സെക്ഷൻ കൂടി അതിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് അത്രയും ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പറ്റുവാണെങ്കിൽ ഒരു ലൈവ് സെക്ഷൻ കൂടി സെറ്റ് ചെയ്യാം. അതിനൊക്കെ നിങ്ങളുടെ എന്താണ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ആരെങ്കിലും നിലവിൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ ഉടൻ തന്നെ പോയി എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് അംഗമാവുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ ടെലഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ, നിങ്ങളുടെ ഫ്രണ്ട്സോ അതേപോലെ തന്നെ എന്താണ് നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും നമ്മുടെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് എത്തിക്കുക. അപ്പോൾ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് എന്താണോ നിങ്ങൾക്ക് ഒരു പെയ്ഡ് ബാച്ചിൽ തരുന്നത് അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഈ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ക്ലാസ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾക്ക് എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അതെല്ലാം നമ്മളിവിടെ പഠിച്ച് സെറ്റാക്കി വിത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ എന്ത് ചെയ്യും, നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അതാണ് മുന്നോട്ടേക്ക് വേണ്ടത്. കാരണം നമ്മൾ ഈ ബാച്ച് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന അത്രയും ആളുകൾ തന്നെ ഈ ബാച്ച് അവസാനിക്കുമ്പോഴും നമ്മുടെ കൂടെ കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ വരണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് ഈ പറയുന്ന ആരും കാണാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ബാച്ച് ക്ലോസ് ചെയ്യും. അല്ലാതെ നിങ്ങൾ കൂടെ നിന്ന് ഒരേപോലെ തന്നെ നമ്മൾ കണ്ട് പഠിച്ച് സെറ്റായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാച്ച് എന്താണ് നമ്മൾ എല്ലാ ബാച്ചും നമ്മൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബാച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമാണ് അവസാനിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഒപ്പം കൂടെ നിങ്ങളും കട്ട സപ്പോർട്ടായിട്ട് വന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ആദ്യം മുതൽ നമ്മൾ അങ്ങനെ ജനുവരി 26 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എന്താണ് സ്നേഹവും സപ്പോർട്ടും അതേപോലെ തന്നെ പ്രാർത്ഥനയും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട്
നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതേപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.